ഇപ്പൊ ഈ അങ്കിളിന്റെ മോളെ 24 വയസ്സിൽ കെട്ടിച്ചു വിടണ്ട, അല്ലെങ്കിൽ കെട്ടണമെങ്കിൽ കെട്ടണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പോഴത്തേക്ക് ഈ അങ്കിൾ ഇങ്ങോട്ട് ചോദിച്ചിട്ടുണ്ട്, എന്നിട്ട് ബെസ്റ്റിയുടെ കൂടെ പോവാനാണോന്ന്. അങ്കിളുടെ മോളെ അങ്ങനെയാണോ കണ്ടുവച്ചിരിക്കുന്നത്? എന്റെ മക്കളോട് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇതൊന്നും ചെയ്യുന്ന ഒരു കാര്യങ്ങളോ കാലഘട്ടമാണ്. എതിർക്കുന്നതിനൊരു പരിധിയുണ്ട്. നമ്മൾ വിലക്ക് വന്നാൽ ചെയ്യരുത് പറഞ്ഞാൽ ചെയ്യുന്ന ഉറപ്പാ. ഞാൻ പറയും, ഇത് പറഞ്ഞില്ല, ഞാൻ ആ ഫ്രീഡം കൊടുത്തത്. എന്റെ മോൾ 8ാം ക്ലാസ് എത്തിയപ്പോ ഞാൻ മോളോട് പറഞ്ഞൊരു കാര്യമുണ്ട്. എന്തിനാണ് 24 വയസ്സെന്നുള്ളത് പലരും ഇവിടെ കോട്ട് ചെയ്തു. പക്ഷെ അദ്ദേഹം പറഞ്ഞത് 24 വയസ്സിന് മുമ്പ് വിവാഹം കഴിപ്പിക്കില്ല എന്നാ പറഞ്ഞത്. അത് പോസിറ്റീവായിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. വിദ്യാഭ്യാസം കൊടുത്തതിന് ശേഷം വിവാഹം കഴിപ്പിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. 24 വയസ്സ് എത്തിക്കഴിഞ്ഞാൽ വിവാഹത്തിന്റെ കാര്യം ചിന്തിക്കാൻ ഞാൻ പറയും. അത് പറയണം. കാരണം എന്ന് വെച്ചാല് ഇതില് സാമൂഹിക ചുറ്റുപാടൊരു കാര്യമുണ്ട്. ഇത് എന്തായാലും കല്യാണം കഴിക്കും ഇവരീ പറയുന്ന പോലെ ശരിയാ. സർ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പൊ തുടക്കം മുതൽ ഇവിടെ ഡിബേറ്റ് നടക്കുന്നത് നമ്മൾക്ക് എഡ്യൂക്കേഷൻ കിട്ടിയിട്ടും ഫൈനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആയിട്ടും പെൺപിള്ളേർ അത്രയും കൂടുതൽ ഫ്രീഡം അനുഭവിക്കുന്നതുകൊണ്ടും ഡിവോഴ്സ് ആവുന്നു. പക്ഷെ അതേസമയം എത്രയോ ഡിവോഴ്സ് കേസസ് ബ്രൂട്ടലായിട്ട് ആൾക്കാരെ പെൺകുട്ടികളെ ഡൊമസ്റ്റിക് വയലൻസ് ചെയ്തുകൊണ്ടും മാരിറ്റൽ റേപ്പ് എന്ന കോൺസെപ്റ്റിലും അങ്ങനെയൊക്കെ ഡിവോഴ്സ് നടക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു റീസൺ കൂടി ഉണ്ടല്ലോ. നമ്മൾ പെൺപിള്ളേര് മാത്രമല്ല. അതിനോട് ചേർത്തൊരു പോയിന്റ് പറയട്ടെ മോളെ. നമ്മളുടെ ഇപ്പോ എന്റെ ജനറേഷൻ, ഇപ്പൊ എന്റെ മക്കളുടെ പ്രായത്തിലുള്ള കുട്ടികളാണ് നിങ്ങൾ. അപ്പൊ എന്റെ ഒരു ജനറേഷൻ മോൾഡഡ് ആയിട്ടുള്ള ഒരു ഫോൾഡ് എന്ന് പറയുന്നത് ഈ പറയുന്ന സാമൂഹ്യ സാഹചര്യങ്ങളിൽ ചുറ്റപ്പെട്ട മോൾഡാണ്. അതിൽ നിന്ന് ഡിഫറെന്റ്ലി തിങ്കിങ് ആയിട്ട് വന്നിട്ടുള്ള കുറച്ച് പേരൻസെ ഇപ്പൊ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് സംസാരിക്കുമ്പോൾ ഇപ്പൊ ഇവിടെ നിന്ന് എനിക്ക് ഒപ്പോസിഷൻ കിട്ടുന്നത് പോലെ തന്നെ എൻ്റെ അടുത്ത ഫ്രണ്ട്സിൽ നിന്നും ഞാൻ പറയുന്നത് ശരിയല്ല, അല്ലെങ്കിൽ അങ്ങനെയല്ല തോട്ട് എന്ന ഒരു ചിന്ത വരുന്നുണ്ട്. കാരണം അത് സാമൂഹ്യ സാഹചര്യം രൂപപ്പെടുത്തിയത് തന്നെയാണ്. ഇപ്പോൾ നമ്മളുടെ മുമ്പിൽ റീസെൻ്റ്ലി ഉണ്ടായിട്ടുള്ള ആത്മഹത്യാ കേസസ് പെൺകുട്ടികളുടെ എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 21 വയസ്സായ പെൺകുട്ടി കല്യാണം കഴിക്കുന്നു, വീട്ടിൽ കൊല്ലപ്പെടുന്നു, ഡൊമസ്റ്റിക് വയലൻസ് അനുഭവിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേൾക്കുന്ന കേസസിൽ ഉണ്ടാകുന്നത് കല്യാണം കഴിഞ്ഞ് എത്ര ബുദ്ധിമുട്ടിയാലും അതാണ് നിന്റെ വീടെന്നും അവിടെ നീ നിൽക്കേണ്ടതാണെന്നും ഉള്ള ബോധ്യത്തിൽ എൻ്റെ ഏജിലുള്ള പേരൻസും ഇന്നത്തെ കുഞ്ഞുങ്ങളെ വളർത്തുന്നതുകൊണ്ടും ആ കുഞ്ഞുങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള ഒരു തോട്ട് ഇല്ലാത്തത് കൊണ്ടുമാണ്. എനിക്ക് ഇറങ്ങി വരാൻ, അല്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ എൻ്റേതായിട്ടുള്ള ഒരു ഇടമുണ്ട് എന്ന ബോധ്യമുള്ള പെൺകുട്ടികൾ ഒരിക്കലും സൂയിസൈഡ് ചെയ്യേണ്ടി വരില്ല, ഒരിക്കലും കൊല്ലപ്പെടേണ്ടി വരില്ല. കോർട്ടിൽ വരുമ്പോഴാണ് ഇക്വാലിറ്റി വേണ്ടത്. അതെന്തുകൊണ്ട് വീട്ടിൽ കൊടുത്തുകൂടാ? നല്ല വിദ്യാഭ്യാസം ഒരു സ്ത്രീനെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നിട്ടു എന്നാണ്, വീട്ടിൽ ജോലി ചെയ്യിപ്പിക്കുന്നു, മക്കളെ നോക്കിപ്പിക്കുന്നു, പിന്നെ കോർട്ടിൽ വരുമ്പോഴത്തേക്ക് അലിമണി എന്തുകൊണ്ട് കൊടുത്തുകൂടാ? അങ്ങനത്തെ കേസസിലാണ് അലിമണി കൊടുക്കേണ്ട ആവശ്യം വരുന്നത്. അങ്ങനെ ഇക്വാലിറ്റി വീട്ടിലേക്ക് കൊടുക്കുവാണെങ്കിൽ പിന്നെ നമുക്ക് കോർട്ടിൽ വന്നിട്ട് ഇക്വാലിറ്റി ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. പണ്ടത്തെ എങ്ങനെയാന്ന് വെച്ചാൽ ഒരാണ് കല്യാണം കഴിച്ചാൽ ആ സ്ത്രീ മക്കളെ പ്രസവിക്കാനും എനിക്ക് ചോറും കറിയും വെച്ച് തരാനും തുണി അലക്കാനും അങ്ങനെയുള്ള ഒരു ചിന്താഗതിയായിരുന്നു പണ്ട്. പക്ഷെ ഇപ്പൊ കാലമൊക്കെ കഴിഞ്ഞുപോയി. രണ്ടുപേരും ഒപ്പത്തിനൊപ്പം തന്നെ ചെയ്യണം എന്നുള്ളതാണ്. ആ കാലങ്ങളൊക്കെ കഴിഞ്ഞുപോയി. ഇപ്പം നിങ്ങളെ കൺസെപ്റ്റിലുള്ള ഒരു നല്ല ഭാര്യ എന്താണ്? നല്ല ഭാര്യ. ഞാൻ എന്റെ വീട്ടിന് വേണ്ടി, എന്റെ കുടുംബത്തിന് വേണ്ടി ഞാൻ അധ്വാനിക്കാൻ പുറത്തിറങ്ങി പോയിട്ട് തിരിച്ചു വരുമ്പോൾ സ്നേഹത്തോടും സന്തോഷത്തോടുകൂടി ഒരു ഗ്ലാസ് വെള്ളം തരിക. ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങൾ ഏത് കാലത്താണ് ജീവിക്കുന്നത്? ഈ കാലത്ത് ഇതേ ചോദ്യം പുരുഷ സമൂഹത്തോട് ചോദിക്കുന്നത് തന്നെയാണ് ഇവിടെ ഈ ഡിവോഴ്സ് വർദ്ധിച്ചു വരാനുണ്ടായ കാരണം. ഞാൻ ഇറങ്ങി പോയിട്ട് അധ്വാനിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ എനിക്ക് എന്റെ ചേട്ടാ, ജോലിക്ക് പോയിട്ട് തിരിച്ചു വരുന്ന ഭർത്താവിനകത്ത് വൈകിട്ട് പൂമുഖത്ത് കണങ്കാലി വരെ മുടിയും തുളസിക്കതിരിയും ചൂടി കോപ്പിയായിട്ട് നിൽക്കുന്ന അതൊക്കെ 1920 സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാകുന്നു. ഇന്ന് പൂമുഖവാതിക്കൽ പുച്ഛിച്ചു നിൽക്കുന്ന പൂതനയാണ് എന്റെ പറയേണ്ട ഒരു അവസ്ഥയിലാണ് പുരുഷ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.